നമസ്കാരം. കേരളം പച്ചപ്പും ശാന്തിയും നിറഞ്ഞ ദൈവത്തിന്റെ സ്വന്തം നാട്. എന്നാൽ വെളിച്ചം അവസാനിക്കുന്നിടത്ത് രാത്രിയുടെ കറുത്ത പരവതാനി വിരിക്കുന്ന ചില മൂലകളുണ്ട്. മനുഷ്യ മനസ്സിന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ചില യാഥാർത്ഥ്യങ്ങൾ. 2004 സെപ്റ്റംബർ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്ക് സമീപമുള്ള കവിയൂർ ശാന്തവും സുന്ദരവുമായ ഒരു ഗ്രാമം. അവിടെ ആരും ഭയത്തോടെ നോക്കാത്ത ഒരു സാധാരണ വാടക വീട്, ആനന്ദം വീട്, അല്ലെങ്കിൽ അന്ന് അങ്ങനെ അറിയപ്പെട്ടിരുന്നു ആ വീട്. അതിനുള്ളിൽ നടന്നത് സാധാരണ ഒരു കൊലപാതകമായിരുന്നില്ല, ഒരു മുഴുവൻ കുടുംബത്തിന്റെയും നാശം. 5 ജീവിതങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി അവസാനിച്ചപ്പോൾ കേരളം മുഴുവൻ ഞെട്ടി. കവിയൂർ ക്ഷേത്രത്തിനടുത്തുള്ള ആ വീട്ടിൽ താമസിച്ചിരുന്നത് നാരായണൻ നമ്പൂതിരി, ഭാര്യ ശോഭന, മക്കളായ അനഘ, അഖില, അക്ഷയ് എന്നിവർ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ജോലിയും സാധാരണ ജീവിതവും, പ്രദേശവാസികൾക്കിടയിൽ നല്ല പേരും. എന്നാൽ ആ വീടിന്റെ നിശബ്ദതയ്ക്ക് പിന്നിൽ വലിയ സാമ്പത്തിക ബാധ്യതകളും മാനസിക സമ്മർദ്ദവും ഉണ്ടായിരുന്നുവെന്ന് പിന്നീടാണ് പലരും അറിഞ്ഞത്. സെപ്റ്റംബർ അവസാന ആഴ്ച വീടിന്റെ ജനലുകളും വാതിലുകളും നിരവധി ദിവസങ്ങളായി തുറക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ടു. ദുർഗന്ധം പരക്കാൻ തുടങ്ങി. അയൽക്കാർ പരാതി നൽകി. പോലീസ് വാതിൽ തകർത്ത് അകത്തേക്ക് കയറി. അവർ കണ്ട കാഴ്ച കേരള ചരിത്രത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. ഒരു ശ്മശാന നിശബ്ദത. 5 മുറികളിൽ 5 നിർജീവ ശരീരങ്ങൾ, ദ്രവിച്ച അവസ്ഥയിൽ. പുറത്ത് ആൾക്കൂട്ടം. പോലീസ് ടോർച്ച് തെളിയിച്ച് നോക്കുമ്പോൾ ആദ്യം കണ്ടത് നാരായണൻ നമ്പൂതിരിയുടെ ശരീരം, തൂങ്ങിയ നിലയിൽ. അടുത്ത മുറികളിൽ ഭാര്യയും മക്കളും, വിവിധ അവസ്ഥകളിൽ. ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത്. ഈ വീട്ടിൽ നിന്ന് ഒരു ശബ്ദവും നിലവിളിയും ആരും കേട്ടില്ല. സാധാരണയായി ഒരു വീട്ടിൽ കൊലപാതകമോ പ്രശ്നമോ ഉണ്ടായാൽ പുറത്തുള്ളവർ ചെറിയ ശബ്ദം പോലും കേട്ട് തിരിച്ചറിയും. ഇവിടെ പൂർണ്ണ നിശബ്ദത. മരണത്തിൻ്റെ നിമിഷത്തിൽ പോലും ഒരു നിലവിളിയോ പോരാട്ടമോ ഉണ്ടായില്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞു. വീടിനുള്ളിലെ വായു തന്നെ ഭാരമേറിയതായിരുന്നു. ശരീരങ്ങളിൽ നിന്നുള്ള ദുർഗന്ധം മാത്രമല്ല, അവിടെ തങ്ങി നിന്ന ഭയത്തിൻ്റെ അന്തരീക്ഷം ആർക്കും തണുപ്പ് പകരുന്നതായിരുന്നു. മുറികളും ശരീരങ്ങളും കിടന്ന രീതിയും നോക്കുമ്പോൾ പലർക്കും തോന്നിയത് ഇത് സാധാരണ ഒരു മർഡർ അല്ലെങ്കിൽ സൂയിസൈഡ് അല്ല എന്നാണ്. വർഷങ്ങളോളം ആസൂത്രണം ചെയ്ത എന്തോ ഒന്ന്. കേരള പോലീസ് അന്വേഷണം ആരംഭിച്ചു. ലോക്കൽ പോലീസ്, ക്രൈംബ്രാഞ്ച്, പിന്നീട് CBI. ആദ്യം വന്ന ഔദ്യോഗിക വിവരം ജനങ്ങളെ ഞെട്ടിച്ചു. സാമ്പത്തിക ബാധ്യതയും കടവും മൂലം നാരായണൻ നമ്പൂതിരിയുടെ മനസ്സ് തെറ്റി. കുടുംബാംഗങ്ങളെ ഒന്നൊന്നായി കൊന്ന അവസാനം ആത്മഹത്യ ചെയ്തു. ഇതായിരുന്നു ഔദ്യോഗിക വേർഷൻ. എന്നാൽ ഇവിടെ ഗെയിം മാറുന്നു. ബന്ധുക്കളും അയൽക്കാരും ഈ റിപ്പോർട്ട് പൂർണ്ണമായും നിരാകരിച്ചു. നാരായണൻ നമ്പൂതിരിക്ക് സ്വന്തം മക്കളെയും ഭാര്യയെയും കൊല്ലാൻ കഴിയുമായിരുന്നു. ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള സാഹചര്യം അതിന് ഉണ്ടായിരുന്നു. ഇതായിരുന്നു അന്ന് എല്ലാവരുടെയും ചോദ്യം. കേസിന്റെ ഏറ്റവും വലിയ നിഗൂഢതകൾ ഇനി പറയുന്ന കാര്യങ്ങളിലാണ്. അക്കാലത്ത് രാഷ്ട്രീയവും സാമൂഹ്യവുമായ ആരോപണങ്ങൾ ഉയർന്നു. ചില പ്രമുഖരുടെ പേരുകൾ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. പിന്നീട് അത് മറച്ചുവെച്ചുവെന്ന ശക്തമായ ആരോപണവുമുണ്ട്. അന്വേഷണം ശരിയായ ദിശയിൽ നടന്നോ എന്നതിനെക്കുറിച്ച് വിവിധ ഘട്ടങ്ങളിൽ വിമർശനങ്ങൾ ഉയർന്നു. കേസ് ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലേക്കും പിന്നീട് CBI അന്വേഷണത്തിലേക്കും എത്തി. അന്വേഷണ ഏജൻസികൾ വിവിധ സാധ്യതകൾ പരിശോധിച്ചു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പൊതുജനങ്ങളിൽ ബാക്കിയായ പ്രധാന സംശയങ്ങൾക്ക് പൂർണ്ണമായ വ്യക്തത ലഭിച്ചില്ലെന്നും വിമർശനം തുടരുകയാണ്. കവിയൂർ കേസിന്റെ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ഉയരുന്നത് മറ്റൊരു വിഷയമായിരുന്നു: തെളിവുകളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ. മരണത്തിന് മുൻപും ശേഷവും കുടുംബാംഗങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ, അതായത് ഫോൺ രേഖകൾ, വ്യക്തിഗത കുറിപ്പുകൾ എന്നിവയെക്കുറിച്ച് പലവിധ അവകാശവാദങ്ങൾ പിന്നീട് പുറത്തു വന്നു. ഇവയിൽ ഏതൊക്കെ ഔദ്യോഗിക അന്വേഷണത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടു എന്നത് ഇപ്പോഴും വ്യക്തമല്ല. ഏതൊക്കെ വെറും പ്രചരണം മാത്രമായി എന്നതിലും വ്യക്തതയില്ല. എല്ലാം വേർതിരിച്ച ആവശ്യങ്ങളായിരുന്നു. ഇത്തരത്തിലുള്ള കേസുകളിൽ ഒരു ചെറിയ തെളിവ് പോലും നിർണായകമാകാം. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ശേഖരിച്ച തെളിവുകളും ഫോറൻസിക് പരിശോധനകളും ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ചില ഫോറൻസിക് പൊരുത്തക്കേടുകളെ കുറിച്ചും പിന്നീട് ചർച്ചയുണ്ടായി. മൃതദേഹങ്ങളുടെ സ്ഥാനം, മരണത്തിന്റെ സാഹചര്യങ്ങൾ, മുറികളിലെ തെളിവുകൾ എന്നിവയെ അടിസ്ഥാനമാക്കി വിവിധ നിഗമനങ്ങൾ മുന്നോട്ട് വന്നു. എന്നാൽ അവയിൽ പലതും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതകളായി കാണാൻ കഴിയില്ല. ഇതാണ്
കവിയൂർ കേസിന്റെ മറ്റൊരു പ്രത്യേകതയും. ഔദ്യോഗിക രേഖകളിലുള്ള വിവരങ്ങളും വർഷങ്ങളായി പ്രചരിച്ചു വരുന്ന ആരോപണങ്ങളും തമ്മിൽ വലിയൊരു അകലം നിലനിൽക്കുന്നുണ്ട്. സംഭവം നടന്ന വീടിനെക്കുറിച്ചും പല കഥകൾ പിന്നീട് പ്രചരിച്ചു. സംഭവ ദിവസങ്ങളിൽ വീടിന് സമീപം അപരിചിതരെ കണ്ടുവെന്നും വാഹനങ്ങൾ എത്തിയിരുന്നുവെന്നും ചിലർ പറഞ്ഞതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരം മൊഴികൾ മാത്രം അടിസ്ഥാനമാക്കി പുറത്തുനിന്നുള്ള ഒരാളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിയില്ല എങ്കിലും ഈ വിവരങ്ങൾ കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിച്ചു. 5 പേർ ഒരേ വീട്ടിൽ മരണപ്പെടുന്നു. സംഭവം പുറത്തറിയുന്നത് ദിവസങ്ങൾക്ക് ശേഷം. കുടുംബത്തിലെ ഓരോരുത്തരുടെയും മരണ സാഹചര്യങ്ങളെക്കുറിച്ച് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഉയർന്നു. അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത ഏജൻസികൾ രംഗത്തെത്തുന്നു. വർഷങ്ങൾ പിന്നിട്ടിട്ടും പൊതുസമൂഹത്തിലെ സംശയങ്ങൾ പൂർണ്ണമായി അവസാനിക്കുന്നില്ല. ഇതെല്ലാം ചേർന്നാണ് കവിയൂർ കേസ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ദുരൂഹ കുടുംബ മരണങ്ങളിൽ ഒന്നായി മാറിയത്. കാലം കടന്നുപോയി. സംഭവം നടന്ന വീടും പ്രദേശവും പഴയതുപോലെ നിശബ്ദമായി തുടരുന്നു. എന്നാൽ ആ നിശബ്ദതയ്ക്കുള്ളിൽ 2004 സെപ്റ്റംബറിലെ ആ ദിവസങ്ങളുടെ ഓർമ്മ ഇന്നും നിലനിൽക്കുന്നു. ഒരു കുടുംബം മുഴുവൻ ഇല്ലാതായ ആ വീട്ടിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വർഷങ്ങളായി പല കഥകളും പ്രചരിച്ചു. ചിലത് അന്വേഷണ രേഖകളിൽ അടിസ്ഥാനത്തിലുള്ളവ, ചിലത് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സംശയങ്ങൾ, മറ്റു ചിലത് പിന്നീട് രൂപപ്പെട്ട ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ. ഇവയെല്ലാം വേർതിരിച്ച് കാണുമ്പോഴാണ് കവിയൂർ സംഭവത്തിന്റെ യഥാർത്ഥ സങ്കീർണത മനസ്സിലാകുന്നത്. ഔദ്യോഗിക അന്വേഷണത്തിൽ മുന്നോട്ട് വന്ന നിഗമനങ്ങൾ ഒരു വശത്ത്, അതിനെ അംഗീകരിക്കാനാകാത്തവരുടെ വാദങ്ങൾ മറുവശത്ത്. ഇരുവശത്തിനുമിടയിൽ 5 ജീവിതങ്ങൾ അവസാനിച്ച ഒരു വീടിന്റെ നിശബ്ദത. നാരായണൻ നമ്പൂതിരി, ശോഭന, അനഘ, അഖില, അക്ഷയ്. 5 പേരുകൾ, ഒരു കുടുംബം, ഒരു വീട്, ഒരു സെപ്റ്റംബർ മാസം. കാലം കടന്നുപോയിട്ടും പൂർണ്ണമായി മായാത്ത നിരവധി സംശയങ്ങൾ. കവിയൂർ ഇന്നും അതിൻ്റെ പതിവ് ജീവിതത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു. ക്ഷേത്രവും വഴികളും വീടുകളും ആളുകളുമെല്ലാം പഴയതുപോലെ തന്നെ. പക്ഷേ ഈ നാടിൻ്റെ ഓർമ്മയിൽ ആ സംഭവത്തിന് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്.